ഇതിൻ്റെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ പ്രസ് ചെയ്യണം. ദെൻ ഇതാണ് മിസ്സിൻ്റെ കെമിസ്ട്രി ക്ലാസ് എന്ന ചാനൽ. അവിടെ പോയി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ട് കാണണമെങ്കിൽ ഇവിടെ പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റിൽ പോയി ക്ലിക്ക് ചെയ്താൽ ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3 അങ്ങനെയെല്ലാം മിസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളിങ്ങനെ കാണണം കേട്ടോ. Hello dear students, welcome back to my chemistry class, and here is your Asna ma'am, and now we are learning our second chapter, chemical bonding, Kerala syllabus chemistry. And in the last class we discussed about the properties of ionic compounds and covalent compounds. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ionic compoundsൻ്റെയും covalent compoundsൻ്റെയും properties നമ്മൾ പഠിച്ചു. And today we are going to learn about a new topic. നമ്മൾ പുതിയൊരു ടോപ്പിക് പഠിക്കാൻ പോവുകയാണ് കേട്ടോ. So let's get started. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് വാലൻസി. എന്താണ് വാലൻസി? നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ ഈ വേർഡ്? യെസ്, നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കുമ്പോൾ പല സ്ഥലത്തും നമ്മൾ ഈ വാലൻസി, ഇലക്ട്രോൺസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് മോർ അബൌട്ട് ദിസ് വാലൻസി. എന്താണ് വാലൻസി എന്നൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ. ആറ്റംസ് ഓഫ് എലമെൻറ്റ്സ് ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് അറ്റൈൻ സ്റ്റെബിലിറ്റി. നമുക്കറിയാം, ഓരോ എലമെൻറ്റ്സിൻ്റെയും ആറ്റംസ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് എന്തിനാണ്? അറ്റൈൻ സ്റ്റെബിലിറ്റി കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ എലമെൻറ്റ്സിൻ്റെയും ആറ്റംസ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. കെമിക്കൽ റിയാക്ഷനിൽ കെമിക്കൽ ബോണ്ടിങ്ങിലൂടെ അവർ സ്റ്റെബിലിറ്റി കൈവരിക്കുന്നു. അറ്റൈൻ സ്റ്റെബിലിറ്റി. When the atoms combine together, they transfer or share electrons. ഇവിടെ നമ്മൾ കണ്ടതാണ് ആറ്റത്തിൻ്റെ സ്ട്രക്ചറൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ. അതിൽ ഇലക്ട്രോൺസ് ഉണ്ട്, പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്, അതെല്ലാം നമ്മൾ കണ്ടു. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷന് പങ്കെടുക്കുമ്പോൾ അത് ആറ്റത്തിൻ്റെ ഏത് പാർട്ടിക്കിളാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്? ഒന്നെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നത് ഇലക്ട്രോൺസ് മാത്രമാണ്. ഓക്കെ. അപ്പോൾ ഒരു ആറ്റം ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നു എന്ന് അതിനർത്ഥം ഒന്നല്ലെങ്കിൽ അതിലുള്ള ഇലക്ട്രോൺസ് ഷെയർ ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ. അങ്ങനെയാണ് ഓരോ ആറ്റംസും സ്റ്റേബിൾ ആവുന്നത്. When the atoms combine together, they transfer or share electrons. ഇനി ഫോർമേഷൻ ഓഫ് കോമ്പൗണ്ട്സ്. ഇനി നമുക്ക് രണ്ട് കോമ്പൗണ്ട്സ് എങ്ങനെ ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു കെമിക്കൽ റിയാക്ഷനിലൂടെ അവർ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മുടെ സോഡിയം ക്ലോറൈഡ്. ഓർക്കുന്നുണ്ട്, നമ്മുടെ കിച്ചണിലിരിക്കുന്ന കോമൺ സോൾട്ട്. എപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണല്ലേ സോഡിയം ക്ലോറൈഡ്. നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ ഒരുപാട് തവണ നമ്മൾ കണ്ടിട്ടുണ്ട് സോഡിയം ക്ലോറൈഡിൻ്റെ. ഫസ്റ്റ് നമ്മൾ അയണിക് കോമ്പൗണ്ട് പഠിക്കുന്ന സമയത്ത് സോഡിയം ക്ലോറൈഡ് എടുത്തിരുന്നു, ഓർക്കുന്നുണ്ടോ? യെസ്. ദെൻ ഇനി രണ്ടാമത്തെ കോമ്പൗണ്ട് ഏതാണെന്ന് വെച്ചാൽ ഹൈഡ്രജൻ ക്ലോറൈഡ്. ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇതിൻ്റെ ഫോർമേഷനൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യണമെന്നുള്ളൂ. സോഡിയം ക്ലോറൈഡിനെ നമ്മൾ എങ്ങനെയാണ് കണ്ടത്? സോഡിയവും ക്ലോറിനും. സോഡിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടായിരുന്നു? 1 ഇലക്ട്രോൺ. ക്ലോറിൻ്റെയോ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ. അപ്പോൾ ക്ലോറിനും സോഡിയത്തിനും സ്റ്റെബിലിറ്റി കൈവരിക്കണമെങ്കിൽ എങ്ങനെയാണ് സ്റ്റേബിൾ ആവുന്നത്? അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആവുന്നത് വരെ ആയാലാണ് ഒരു ആറ്റം സ്റ്റേബിൾ ആവുന്നത്. അപ്പോൾ ഈ സോഡിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ, ആ 1 ഇലക്ട്രോണിന് പോയി കഴിഞ്ഞാൽ അതിന് നെക്സ്റ്റ് വരുന്ന ഔട്ടർ മോസ്റ്റ് ഷെല്ല് അതിന് തൊട്ട് ബാക്കിലുള്ളതാണ്. അതിന് ഫുൾ ഒക്ടറ്റാണ്. അതുകൊണ്ട് ആ ഒരു ആറ്റത്തിനെ നമ്മൾ ക്ലോറിനും എടുക്കുന്നു. ക്ലോറിൻ ആണെങ്കിലോ 7 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് 1 ഇലക്ട്രോൺ സോഡിയത്തിൽ നിന്ന് കിട്ടിയാൽ ക്ലോറിനും ഹാപ്പിയായി, സോഡിയവും ഹാപ്പിയായി. 1 ഇലക്ട്രോണിനെ കൊടുത്തു സോഡിയം. അപ്പോൾ അതിന് ചുറ്റും 8 ഇലക്ട്രോൺ വന്നു. ഇവിടെ ക്ലോറിൻ ഒരെണ്ണം അക്സെപ്റ്റ് ചെയ്തപ്പോൾ അതും ഹാപ്പിയായി. അങ്ങനെ അവർ അയോണുകളായി മാറുന്നു. ചാർജ്ഡ് ആറ്റംസിനാണ് അയോണുകൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ് കേട്ടോ, വെറുതെ ജസ്റ്റ് ഒന്നും കൂടി ഞാൻ പറയുന്നതെന്നുള്ളൂ. സോഡിയം Na+ഉം ദെൻ ക്ലോറിൻ Cl- ആയി മാറുന്നു. ആനയോണും കാറ്റയോണും ഇതൊക്കെ ഓർക്കുന്നുണ്ടോ? ആനയോണ് നെഗറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെയും കാറ്റയോണ് പോസിറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെയും. ഓക്കെ. ദെൻ ഇനി നമുക്ക് അതിൻ്റെ ഫോർമേഷൻ എങ്ങനെയെന്ന് നോക്കാം. സോഡിയം ക്ലോറൈഡ് എന്താണ്? യെസ്, എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? അയോണിക് ബോണ്ടിങ്ങിലൂടെയാണ്. ഇവിടെ കണ്ടോ,
ഇവിടെ Na+ഉം Cl- ഇവിടെ ഓപ്പോസിറ്റ് ചാർജ് വന്നു. അപ്പോൾ ഈ ഓപ്പോസിറ്റ് ചാർജ് വന്ന ആറ്റംസ് തമ്മിലൊരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വഴി അവരിങ്ങനെ അട്രാക്ട് ചെയ്തിരിക്കുന്നു. പ്ലസും മൈനസും ഓപ്പോസിറ്റ് ചാർജ് വന്നാൽ അവർ അട്രാക്ട് ചെയ്യുമല്ലോ. ആ ഒരു ബോണ്ടിങ് ആണ് ഇവിടെ സോഡിയം ക്ലോറൈഡിൻ്റെ കേസിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ എന്ത് പറയുന്നു? അയോണിക് ബോണ്ടിങ്. അയോൺസ് എന്ന് വെച്ചാൽ ഈ പ്ലസും മൈനസും ചാർജ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ നമ്മൾ ചാർജ് ആയിട്ടുള്ള ആറ്റംസിനെയാണ് നമ്മൾ അയോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് ഓപ്പോസിറ്റ്ലി ചാർജ്, ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ചാർജ് ആയിട്ടുള്ള പാർട്ടിക്കിൾ ഉണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ അട്രാക്ട് ചെയ്തിരിക്കുന്നു. സോ ഈ ഇവിടെ എന്താണ്? അയോണുകളാണ്. അപ്പോൾ അയോണുകൾ തമ്മിലുള്ള ബോണ്ടിങ്ങിനെ നമ്മൾ എന്ത് പറയും? അയോണിക് ബോണ്ടിങ്. അപ്പോൾ സോഡിയം ക്ലോറൈഡ് അയോണിക് ബോണ്ടിങ്ങിലൂടെയാണ് ഫോം ചെയ്തിട്ടുള്ളത്. ദെൻ അതുകൊണ്ട് തന്നെ സോഡിയം ക്ലോറൈഡ് നമ്മൾ എന്ത് പേര് വിളിച്ചിരുന്നു? അയോണിക് കോമ്പൗണ്ട്. അയോണിക് ബോണ്ടിങ്ങിലൂടെ ഫോം ചെയ്ത കോമ്പൗണ്ടിനെ നമ്മൾ അയോണിക് കോമ്പൗണ്ട് എന്ന് വിളിക്കുന്നു. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ. ദെൻ ഇവിടെ എന്ത് സംഭവിച്ചത്? ഇവിടെ ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് അല്ലേ? സോഡിയത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ ക്ലോറിന് കൈമാറി ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഈ അയോണിക് ബോണ്ടിങ്ങിൽ സംഭവിക്കുന്നത്. സോഡിയം ക്ലോറൈഡ് അങ്ങനെയാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഇവിടെ സോഡിയത്തിന് ഒരു ഇലക്ട്രോണിനെ ലോസ് ചെയ്തു. സോഡിയം ലോസസ് ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ടു. ദെൻ ക്ലോറിൻ ഗെയിൻസ് എൻ ഇലക്ട്രോൺ. ക്ലോറിന് ഒരു ഇലക്ട്രോണെ നേടിയെടുത്തു അല്ലേ? കിട്ടി. ദെൻ നെക്സ്റ്റ് നമുക്ക് ഹൈഡ്രജൻ ക്ലോറൈഡിൻ്റെ ഫോർമേഷൻ ഒന്ന് നോക്കാം. ഹൈഡ്രജൻ ക്ലോറൈഡിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഹൈഡ്രജൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോണും ക്ലോറിൻ്റേത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 7 ഇലക്ട്രോണും. നമ്മൾ ഈ ലെവിസ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഡോട്ട് മാത്രമല്ല ഇട്ട് കൊടുക്കാറ്, ചിലപ്പോൾ ക്രോസ് സൈനും ഇട്ട് കൊടുക്കാറുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. സോ ഇവിടെ ഹൈഡ്രജൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ, അതാണ് ഈ ക്രോസ് മാർക്കിൽ ഇട്ടിട്ടുള്ളത്. ദെൻ ഇവരെന്താ ചെയ്യുന്നത്? കംപ്ലീറ്റ് ആയിട്ട് ഈ ഹൈഡ്രജന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ ക്ലോറിന്? ഇല്ല. അപ്പോൾ ഹൈഡ്രജനും 2 ഇലക്ട്രോൺ വേണം. ഹൈഡ്രജന് ഡ്യൂപ്ലറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഓർക്കുന്നില്ലേ? ഒക്റ്ററ്റ് അല്ല, ഡ്യൂപ്ലറ്റ് ആണ്. അവർ 2 എണ്ണം മതി. കാരണം ഹൈഡ്രജനൊക്കെ ഒരു ഷെല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഷെല്ലിൽ, ഫസ്റ്റ് ഷെല്ലിൽ മാക്സിമം പോകുന്നത് 2 ഇലക്ട്രോൺ. അപ്പോൾ അതിൻ്റെ ഡ്യൂപ്ലറ്റ് കോൺഫിഗറേഷന് കംപ്ലീറ്റ് ആണ്. അപ്പോൾ ഹൈഡ്രജന് 2 ഇലക്ട്രോൺ വന്നാൽ ഹൈഡ്രജൻ ഹാപ്പി ആയി. അപ്പോൾ എന്ത് ചെയ്യും? ഹൈഡ്രജൻ കംപ്ലീറ്റ് ആയിട്ട് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അതുപോലെ ക്ലോറിൻ്റെ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കില്ല. അപ്പോൾ ക്ലോറിനും ഒരെണ്ണം വേണം, ഹൈഡ്രജനും 1 ഇലക്ട്രോൺ വേണം. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അവർ തമ്മിൽ ഷെയർ ചെയ്തെടുക്കുന്നു. അവരെ ഷെയർ ചെയ്തിട്ട് അവർ കോമ്പൗണ്ട് ഫോം ചെയ്ത് നിൽക്കുന്നു. അങ്ങനെ ഷെയർ ചെയ്തിട്ട് അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അങ്ങനെയാണ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടായത്. കണ്ടോ ഇവിടെ ഈ ബോണ്ടിങ്ങിനെ നമ്മൾ എന്ത് പേര് പറഞ്ഞിരുന്നു? കോവാലൻറ്റ് ബോണ്ടിങ് എന്ന് പറഞ്ഞു അല്ലേ? ഇവർ ഹൈഡ്രജൻ ക്ലോറൈഡ് എങ്ങനെയാണ് ഫോം ചെയ്തത്? കോവാലൻറ്റ് ബോണ്ടിങ്ങിലൂടെയാണ് ഹൈഡ്രജൻ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ ക്ലോറൈഡിനെ നമ്മൾ എന്ത് പറഞ്ഞു? കോവാലൻറ്റ് കോമ്പൗണ്ട് എന്ന്. ഓക്കെ, ഷെയർ ചെയ്തത് കാണിക്കാനാണ് കേട്ടോ ഇവിടെ ഈ കാണിച്ചിട്ടുള്ളതെല്ലാം. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ദെൻ ഇവിടെ എന്താ സംഭവിച്ചത്? ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല, ഇവിടെ ഷെയർ ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പോൾ ക്ലോറിൻ എടുത്ത് നോക്കിയാൽ ക്ലോറിനും 8 ഇലക്ട്രോൺ ഉണ്ട്. ഹൈഡ്രജൻ എടുത്ത് നോക്കിയാൽ ഹൈഡ്രജന് 2 ഇലക്ട്രോൺ ഉണ്ട്. അതിൻ്റെ ഡ്യൂപ്ലറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ക്ലോറിൻ്റെ ഒക്ടറ്റും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ വാലൻസി. ഇനി എന്താണ് വാലൻസി എന്നറിയോ? എന്തിനാണ് ഇതൊക്കെ പറഞ്ഞതെന്നറിയോ? The number of electrons lost, gained or shared by an atom during chemical reaction is its valency. എന്തെങ്കിലും മനസ്സിലായോ? ഇപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അതിൽ എത്ര ഇലക്ട്രോൺസ് ആണോ ഷെയർ ചെയ്തത്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ ഗെയിൻ ചെയ്തത്, ഇതിനെയെല്ലാമാണ് നമ്മൾ വാലൻസി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഈ ഒരു ഫോർമേഷൻ ഓഫ് കോമ്പൗണ്ട്സ് നോക്കാം. ഇവിടെ സോഡിയവും ഹൈഡ്രജൻ ക്ലോറൈഡും. സോഡിയത്തിന് ഏതൊക്കെ എലമെൻറ്റ്സ് ഉണ്ട്? സോഡിയം ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. അപ്പോൾ ഈ സോഡിയത്തിനും ക്ലോറിനൊക്കെ ഇവിടെ ഇലക്ട്രോൺസ് ആണല്ലോ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഒരാൾ ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്നു, മറ്റാൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സോഡിയത്തിനെ ലോസ് ചെയ്തത്, അപ്പോൾ സോഡിയത്തിൻ്റെ ബാലൻസി എന്ന് പറഞ്ഞാൽ സോഡിയം എത്ര ഇലക്ട്രോണിനെയാണോ കൊടുത്തത്, ട്രാൻസ്ഫർ ചെയ്തത്, ഡൊണേറ്റ് ചെയ്തത്, അതാണ് ആ സോഡിയത്തിൻ്റെ വാലൻസി. അതുപോലെ ക്ലോറിന് നോക്കുമ്പോൾ എത്ര ഇലക്ട്രോൺ ആണോ ക്ലോറിന് കിട്ടിയത്, അതാണ് അതിൻ്റെ വാലൻസി. ഇനിയിപ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡ് നോക്കുകയാണെങ്കിൽ എത്ര ഇലക്ട്രോൺസ് ആണോ ഇവിടെ ഷെയർ ചെയ്തത്, അതാണ് അതിൻ്റെ വാലൻസി. മനസ്സിലായോ? ഇപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ എടുത്ത് നോക്കിയാൽ ആ കെമിക്കൽ റിയാക്ഷനിൽ ആറ്റംസ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തതും, അതുപോലെ ഡൊണേറ്റ് ചെയ്തതും, അതുപോലെ ഗെയിൻ ചെയ്തതും, ലോസ് ചെയ്തതും, ഗെയിൻ ചെയ്തതും, ഷെയർ ചെയ്തതും എത്ര ഇലക്ട്രോൺ ആണോ അതാണ് ആ ഒരു ആറ്റത്തിൻ്റെ വാലൻസി.
കൂടുതൽ എക്സാംസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ വാലൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലോസ്റ്റ്, ഗെയിൻഡ് ഓർ ഷെയർഡ് ബൈ ആൻ ആറ്റം ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻ ഈസ് ഇറ്റ്സ് വാലൻസി. ഒരു കെമിക്കൽ റിയാക്ഷനിൽ എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ നഷ്ടപ്പെട്ടുവോ അല്ലെങ്കിൽ ഗെയിൻ ചെയ്തുവോ അല്ലെങ്കിൽ ഷെയർ ചെയ്തുവോ അതാണ് ആ ആറ്റത്തിൻ്റെ വാലൻസി. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ടേബിൾ തന്നെയാണ്. ഇവിടെ സോഡിയം ലോസസ് 1 ഇലക്ട്രോൺ ആണ്. 1 ഇലക്ട്രോൺ ആണ് സോഡിയം ക്ലോറിന് കൊടുത്തത്. അപ്പോൾ വാലൻസി ഓഫ് സോഡിയം എത്രയായിരിക്കും? 1. എത്ര ഇലക്ട്രോൺ ആണോ ട്രാൻസ്ഫർ ചെയ്തത്? ഒരെണ്ണമല്ലേ സോഡിയത്തിന് നഷ്ടപ്പെട്ടത്. അപ്പോൾ സോഡിയത്തിൻ്റെ വാലൻസി 1. ദെൻ വാലൻസി ഓഫ് ക്ലോറിനോ? ക്ലോറിന് എത്ര ഇലക്ട്രോണിനാണ് ഗെയിൻ ചെയ്തത് കിട്ടിയത്? യെസ്, 1 ഇലക്ട്രോൺ. അപ്പോൾ അതാണ് വാലൻസി ഓഫ് ക്ലോറിൻ ഇസ് ഈക്വൽ ടു 1. അതാണ് അതിൻ്റെ വാലൻസി. ക്ലോറിൻ്റെ വാലൻസി 1. ഇനി ഇവിടെ ഹൈഡ്രജൻ ക്ലോറൈഡിൻ്റെ കേസിൽ എത്ര ഇലക്ട്രോൺസ് ആണ് ഷെയർ ചെയ്തത്? ഈ ഹൈഡ്രജൻ 1 ഇലക്ട്രോൺ ഓൾറെഡി അതിനുണ്ട്. അപ്പോൾ 1 ഇലക്ട്രോൺ ക്ലോറിൻ്റേതാണ്, അതാണ് ഹൈഡ്രജൻ ഷെയർ ചെയ്തത്. അപ്പോൾ വാലൻസി ഓഫ് ഹൈഡ്രജൻ എത്രയായിരിക്കും? 1. 1 ഇലക്ട്രോണിനാണല്ലോ ഷെയർ ചെയ്തത്. ദെൻ ക്ലോറിനോ? ക്ലോറിൻ എത്ര ഇലക്ട്രോണിന് ഷെയർ ചെയ്തു? 1 ഇലക്ട്രോണിനെയാണല്ലോ ഹൈഡ്രജനിൽ നിന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ വാലൻസി ഓഫ് ക്ലോറിനോ? 1. അപ്പോൾ അതാണ് പറഞ്ഞത് വാലൻസി എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷനിൽ ആറ്റംസ് ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്തതോ ലോസ് ചെയ്തതോ ഗെയിൻ ചെയ്തതോ അല്ലെങ്കിൽ ഷെയർ ചെയ്തതോ എത്ര നമ്പറാണോ അതാണ്, എത്ര ഇലക്ട്രോൺസ് ആണോ അതാണ് അതിൻ്റെ വാലൻസി. ഓക്കെ, നമുക്ക് കുറച്ചും കൂടി എക്സാംസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇത് ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഇവിടെ കുറേ കോമ്പൗണ്ട്സ് ഉണ്ട്. ഫസ്റ്റ് കോമ്പൗണ്ട് ഏതാണെന്ന് വെച്ചാൽ യെസ്, ഇവിടെ NaCl സോഡിയം ക്ലോറൈഡ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഇതിൻ്റെ എലമെൻറ്റ്സ് ഏതൊക്കെ ഉണ്ട്? യെസ്, സോഡിയം ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. അവർ 2 പേരുടെയും ആറ്റോമിക് നമ്പർ 11, സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ, ക്ലോറിൻ്റേത് 17. ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് നോക്കാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സോഡിയത്തിൻ്റെ നമുക്ക് എഴുതാൻ അറിയാം 2, 8, 1. ഫസ്റ്റ് ഷെല്ലിൽ 2 എണ്ണം പോകുന്നു, പിന്നീടുള്ളത് 8 എണ്ണം പോകുന്നു, ബാക്കി വരുന്നത് ലാസ്റ്റ് ഷെല്ലിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 1 ഒരെണ്ണം പോകുന്നു. ദെൻ നെക്സ്റ്റ് ക്ലോറിൻ്റേതോ 2, 8, 7. 17 ആണ് ആറ്റോമിക് നമ്പർ. അപ്പോൾ 2, 8, 7. ഇലക്ട്രോണിക് കോൺഫിഗറേഷനൊക്കെ എഴുതാൻ നമ്മൾ പഠിച്ചതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിലെ പാർട്ട് 10 കാണുക. ഓക്കെ, സ്ട്രക്ചർ ഓഫ് ആറ്റം പാർട്ട് 10 കണ്ടാൽ അതിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വളരെ സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ദെൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് ഓർ ഷെയർഡ്. ഇവിടെ സോഡിയം ക്ലോറൈഡിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 എണ്ണം ആവണം. അപ്പോൾ എന്ത് ചെയ്യും? സോഡിയം എന്ത് ചെയ്യും? 1 ഇലക്ട്രോണിനെ ക്ലോറിൻ ഇങ്ങോട്ട് കൊടുക്കുന്നു, ക്ലോറിൻ അതിനെ സ്വീകരിക്കുന്നു. അപ്പോൾ എത്ര ഇലക്ട്രോണാണ് അവിടെ ട്രാൻസ്ഫർ ചെയ്തത്? 1 ഇലക്ട്രോണിനെയാണ് സോഡിയം ട്രാൻസ്ഫർ ചെയ്തത്. അത് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ സോഡിയത്തിൻ്റെ വാലൻസി എത്രയാണ്? യെസ്, 1 ആണ്. ദെൻ